മോർണിംഗ് എണീറ്റ പാട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ക്രേവിങ്സ് വന്നതാണ്. ഒരു 11 മണിയായപ്പോൾ ഈ കിടക്കുന്ന ചീസ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. 2 എഗ്ഗ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തേ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതാകും നല്ലത്. എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മയില്ലാതെ ഞാനത് വെളിച്ചെണ്ണ കൊണ്ടുപോയി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചട്ടി നന്നായി കുറച്ചധികം ചൂടേറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ സാധനം ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ചീസ് സ്ലൈസ് അതിൻ്റെ മുകളിലേക്ക് കണ്ട് വെച്ച് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്കങ്ങനെയാണ്, നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓംലേറ്റ് ഒന്നുകൊണ്ട് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ആ ചൂടുള്ള ചട്ടി തന്നെ കുറച്ച് നേരം ഇരുന്ന സംഭവം അവിടെ റെഡി ആയിട്ടുണ്ടാകും. പിന്നെ ഗസ്റ്റുകൾ മാത്രം വരുമ്പോൾ പുറത്ത് ചാടുന്ന ഈ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മളുണ്ടാക്കിയ ചീസ് ഓംലേറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. സംഭവം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കണ്ടേ ഇത് എങ്ങനെ ഉണ്ടാവും എന്ന്. ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പോയ എൻ്റെ അനിയത്തി ഇത് വന്നിട്ട് കണ്ടാൽ ഞാൻ ജീവനോട് ഉണ്ടാവോ ഇല്ലെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ. കാരണം അവൾക്ക് ഈ ചീസ് ഐറ്റംസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അവളില്ലാതെ ഞാനിത് ടേസ്റ്റ് നോക്കിയാൽ അവൾക്ക് എന്തായാലും ഒരു പരാതിപ്പെട്ടി ഇറക്കാനുണ്ടാവും. എന്തായാലും മിക്കവാറും ഞാൻ ഇതൊരു തവണയും കൂടി ഉണ്ടാക്കേണ്ടി വരും. കണ്ടോ, ചീസൊക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ നമ്മുടെ ഗിവ് അവേ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.